ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കളങ്കാവൽ, എക്കോ ഉൾപ്പെടെ വിവിധ സിനിമകളുടെ ഏറ്റവും പുതിയ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനിയുടെ മകൾ മമ്മൂട്ടി നിർമ്മിച്ച് ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ കളങ്കാവൽ എന്ന സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, ഗായത്രി അരുൺ, അസീസ് നെടുമങ്ങാട്, രജീഷ വിജയൻ, ശ്രുതി രാമചന്ദ്രൻ എന്നിങ്ങനെയാണ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 15,50,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ട്രസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 3,85,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ആദ്യ 3 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 19,35,00,000 രൂപയാണ്. 3 ദിവസത്തെ ഈ സിനിമയുടെ വിദേശ കളക്ഷൻ $2.75 മില്യൺ, അതായത് 24,80,00,000 രൂപ. അങ്ങനെ 44,15,00,000 രൂപയാണ് ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 4-ാം ദിനവും വർക്കിംഗ് ദിനം കൂടിയ ഇന്ന് തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് കേരളത്തിൽ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ കേരളത്തിൽ 18,50,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 4 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 22 കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 5 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 49-50 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. നവംബർ 21 തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ മലയാള സിനിമയാണ് എക്കോ. ബാഹുൽ രമേശ് തിരക്കഥ, ഛായാഗ്രഹണം നിർവഹിച്ച് ദിഞ്ചിത് തയ്യത്താൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സന്ദീപ് പ്രദീപ്, അശോകൻ, ബിയാന മോമിൻ, ബിനു പപ്പു, വിനീത്, നരേൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമയുടെ കേരള, റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം കേരളത്തിൽ ഈ സിനിമ 17 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത് 21,30,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 5,10,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ 17 ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 26,40,00,000 രൂപയാണ്. വിദേശ കളക്ഷനായി $1.98 മില്യൺ നേടിയെടുത്തിട്ടുള്ളത്, അതായത് 17,82,00,000 രൂപ. അങ്ങനെ 17 ദിവസം പിന്നിടുമ്പോൾ 44,22,00,000 രൂപയാണ് ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഡിസംബർ 5 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ആദിത്യ ധർ തിരക്കഥ സംവിധാനം ചെയ്യുന്ന ഒരു സ്പൈ ആക്ഷൻ ത്രില്ലർ കാറ്റഗറിയിൽ വരുന്ന ഈ സിനിമയിൽ രൺവീർ സിംഗ്, അക്ഷയ് ഖന്ന, മാധവൻ, അർജുൻ രാംപാൽ, സാറ അർജുൻ, സഞ്ജയ് ദത്ത്, രാകേഷ് ബേദി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമയ്ക്ക് കേരളത്തിലും വളരെ മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. വെള്ളി, ശനി, ഞായർ എന്നിങ്ങനെ ആദ്യ 3 ദിവസം കൊണ്ട് 62 ലക്ഷം രൂപയാണ് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. 3 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം 103 കോടി നേടിയ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 158 കോടി രൂപയായിരുന്നു. 4-ാം ദിവസമായ തിങ്കളാഴ്ചയും ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാനായിട്ടുണ്ട്. 22 കോടി നെറ്റ് കളക്ഷൻ നേടിയ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 25 കോടി റേഞ്ചിലും നേടിയെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 35 കോടി റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 190 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 140 കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. ധനുഷ് നായകനാകുന്ന ഏറ്റവും പുതിയ ബോളിവുഡ് സിനിമയാണ് തേരെ ഇഷ്ക് മേം. ആനന്ദൽ റായ് സംവിധാനം ചെയ്ത് നവംബർ 28 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ കൃതി സനോം, പ്രകാശ് രാജ് എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ഈ സിനിമയുടെ 10 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം 100 കോടി രൂപ ഈ സിനിമ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ 119 കോടി രൂപയും വിദേശ കളക്ഷൻ 15 കോടി രൂപയുമാണ്. അങ്ങനെ 134 കോടി രൂപയാണ് 10 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് 85 കോടി രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.